ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ്. കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. യൗവനം നിലനിർത്താനും നല്ല കരുത്തുള്ള മുടി ഉണ്ടാവാനും നിറം വയ്ക്കാനും പ്രതിരോധശേഷി കൂട്ടാനും കാഴ്ചശക്തി കൂട്ടാനും ഒക്കെ അടിപൊളിയാണ് നെല്ലിക്ക ലേഹ്യം. വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക. പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തി കൂട്ടാനൊക്കെ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ രൂപത്തിലാക്കിയിട്ട് കഴിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. ഈ കർക്കിടകത്തിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു 700 ഗ്രാം നെല്ലിക്കയാണ്. നല്ല മൂത്തിട്ടുള്ള നല്ല വിളഞ്ഞ നെല്ലിക്ക നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് വെച്ചുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്, അല്ലെങ്കിൽ ആവി കയറ്റിയിട്ടും വേവിച്ചെടുക്കുക. പക്ഷേ ഒരുപാട് ടൈം എടുക്കും കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. ഒരു 4 വിസിൽ കൊടുത്തിട്ട് വേണം ഈ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി നെല്ലിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ട് കുതിരാനായിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിച്ചെടുത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ ഡേറ്റ്സ്. അപ്പോൾ ഒരു കപ്പ് ഡേറ്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് കുതിരാനായിട്ടാണ്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചെടുക്കരുത്. ആ നെല്ലിക്ക ഒന്ന് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഈ നെല്ലിക്ക ലേഹ്യത്തിൽ ഈ ഡേറ്റ്സും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ്സും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. അതവിടെ ഇരുന്ന് കുതിരട്ടെ. ഇനി ലേഹ്യത്തിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, 4-5 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു 3-4 പീസ് ചെറിയ പീസാണ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ചുക്ക് വേണം, ഒരു ചെറിയ പീസ് ചുക്ക് ഒന്നങ്ങ് ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ചൂടായി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഈ ലേഹ്യത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനും കുറച്ചും കൂടി ഹെൽത്തി ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അതിൽ കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമോ അണ്ടിപ്പരിപ്പോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. രണ്ടും ചേർക്കുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ സ്പൈസസിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിതപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ബദാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് പെട്ടെന്ന് ചൂടാക്കി എടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് നല്ല റോസ്റ്റായിട്ട് കിട്ടില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് വറുത്തെടുത്താൽ നല്ല റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ പുറം ഭാഗത്ത് ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ കളർ ചേഞ്ചായി വരും. ആ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്പൈസസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ആദ്യം തന്നെ ആ ചുക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. കാരണം അത് ഒത്തിരി ഒന്ന് ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ആദ്യം അതൊന്ന് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ചൂടായി വന്ന സമയത്ത് ബാക്കിയുള്ള സ്പൈസസ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് തന്നെ അത് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ജീരകമൊക്കെ പെട്ടെന്ന് അങ്ങ് ആവും ചെയ്യും, ബാക്കിയുള്ളതൊക്കെ ഒന്ന് ആയി വരാൻ ടൈം എടുക്കുകയും ചെയ്യും. അപ്പം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് ചൂടാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 വലിയ അച്ച് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ശർക്കരയുടെ മധുരം എന്ന് പറയുന്നത് മീഡിയം സൈസിലൊരു മധുരമാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരിക്കില്ല. ഞാൻ കുറച്ച് ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ മധുരം കൂടി കണക്കാക്കിയിട്ട് ഞാൻ 3 അച്ച് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി മധുരം വേണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളവരാണെങ്കിൽ ഒരച്ച് ശർക്കര കൂട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഈ ശർക്കരയ്ക്ക് പകരം കരിപ്പട്ടി ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്താലും മതി കേട്ടോ. അതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ശർക്കര വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കരിപ്പട്ടി ശർക്കര കയ്യിലുള്ളവർ അത് തന്നെ എടുക്കുക കേട്ടോ. അതൊന്ന് നല്ലപോലെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഞാനിതപ്പോൾ നെല്ലിക്കൊക്കെ വേവിച്ച് കുരു കളഞ്ഞ് ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നെല്ലിക്കൊക്കെ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം, ഒന്ന് അരച്ചെടുക്കാനും വേണ്ടിയിട്ടാണ്. ഞാനിതപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇതും ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല പേസ്റ്റായിട്ട് അതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നല്ല തരികളൊന്നുമില്ല, നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം. പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ, ചെറിയ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ബദാമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ലേഹ്യം ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് ലേഹ്യം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള കരിപ്പെട്ടി ആണെങ്കിൽ കരിപ്പെട്ടി, അല്ലെങ്കിൽ ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കണം. അരിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും ശർക്കരയൊക്കെ എടുക്കുന്ന സമയത്ത് അരിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിൽ ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ കച്ചറയോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്തായാലും അരിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സമയത്തൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നെല്ലിക്ക അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈത്തപ്പഴം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്തുള്ള ശർക്കരപ്പാനി, അതുപോലെ നെല്ലിക്ക അരച്ചത്, ഈത്തപ്പഴം അരച്ചത്, ഇത് മൂന്നും കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കി കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് വെള്ളമൊക്കെ നല്ലോണം വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ലേഹ്യമൊക്കെ തയ്യാറാക്കി എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം എപ്പോഴും അടിക്കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ ഇത് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്ന സമയത്ത് ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ താല്പര്യമുള്ളവർ നെയ്യ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നെയ്യും കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇതിൽ നെല്ലിക്ക ലേഹ്യം തയ്യാറാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഇടയിൽ ഇങ്ങനെ തെറിച്ച് കയ്യിലേക്കൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് വേണം കേട്ടോ നിൽക്കാനായിട്ട്. ഇതുപോലെ നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസും അതുപോലെ തന്നെ ബദാം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇടയിൽ ഫ്ലെയിം കൂട്ടി വയ്ക്കുക, ഒന്ന് കുറച്ച് വയ്ക്കുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നല്ലപോലെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റി ഇത് പാനിൽ നിന്ന് വിട്ട് ഇങ്ങനെ പോരുന്നൊരു പരുവമാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നെയ്യിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നവരാണെങ്കിൽ മധുരം കുറച്ച് കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു അളവിൽ ഇത് മീഡിയം സൈസിലുള്ള മധുരമേ ഉള്ളൂ, ഓവറായിട്ടുള്ള മധുരം ഇല്ല കേട്ടോ. അപ്പോൾ നല്ലോണം പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന വിധത്തിലായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്കിതുപോലെ ലേഹ്യം ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഏത് പാത്രത്തിലാണോ ആക്കി വെക്കുന്നത് ആ പാത്രത്തിനോ അതുപോലെ കോരിയെടുക്കുന്ന സ്പൂണിനൊന്നും ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല. നല്ലോണം ഡ്രൈ ആയിട്ടുള്ള സ്പൂണും പാത്രമൊക്കെ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചീത്തയായി പോവും. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് ലേഹ്യമാണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്തൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിന് ഒരു പ്രത്യേക ഗുണങ്ങൾ തന്നെ ഉണ്ട്. ഇതിൽ ഒട്ടും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളിത് പുറത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. ഒരാഴ്ച, ഒരു 10 ദിവസം വരെയൊക്കെ നമുക്കിത് പുറത്ത് സൂക്ഷിച്ച് വെക്കുക. അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വീതം 2 നേരം കൊടുക്കുക ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം. മുതിർന്നവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ വീതം 2 നേരം കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നെല്ലിക്ക ലേഹ്യത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.